അർജുന് വേണ്ടിയുള്ള തിരച്ചിലിന് കരസേന എത്തുകയാണ്. 2 യൂണിറ്റ്, കരസേനയുടെ 1 യൂണിറ്റും നാവികസേനയുടെ 1 യൂണിറ്റും എത്തുമെന്ന ഔദ്യോഗിക സ്ഥിരീകരണമായിരിക്കുന്നു. ഇപ്പോൾ MK രാഘവൻ MP നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ശ്രീ MK രാഘവൻ, അങ്ങേ കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ നേരിട്ട് വിളിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇക്കാര്യങ്ങൾ അറിയിച്ചു അല്ലേ? അതെ, ഞാൻ ഇന്ന് രാവിലെ മുതൽ ശ്രമിച്ചു വരികയാണ്, അവരെ ബന്ധപ്പെട്ട് വരികയാണ്. കുറച്ച് ഒരു 15 മിനിറ്റ് മുമ്പാണ് ഡെപ്യൂട്ടി മുഖ്യമന്ത്രി ശിവകുമാർ എന്നെ വിളിച്ച് ഫോണിൽ അറിയിച്ചത്. നാളെ രാവിലെ സൈന്യം അവിടെ റെസ്ക്യൂ ഓപ്പറേഷൻ ആരംഭിക്കും എന്നാണ് അറിയിച്ചത്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതുവരെയുള്ള തിരച്ചിലൊന്നും ഫലം കണ്ടിരുന്നില്ല. പല വിധത്തിലുള്ള പരാതികൾ കുടുംബം ഉയർത്തിയിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് സൈന്യം വരണമെന്ന ആവശ്യം കുടുംബം ഉൾപ്പെടെ ഉന്നയിച്ചത്. അങ്ങയോട് ഉൾപ്പെടെ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, അതുകൊണ്ടാണ് ഇന്ന് രാവിലെ മുതൽ അതിന് ശ്രമിച്ചു വരികയാണ്. ബാംഗ്ലൂർ മുഖ്യമന്ത്രിയുമായും ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയുമായും സംസാരിച്ചുകൊണ്ട് വരികയാണ്. കുറച്ച് മുമ്പാണ് എന്നെ വിളിച്ച് ഫോണിൽ പറഞ്ഞത് നാളെ രാവിലെ സൈന്യമായിരിക്കും റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തുക എന്ന് അറിയിക്കുകയുണ്ടായി. ഈ മിലിറ്ററി ഡിപ്ലോയ്മെന്റ് എങ്ങനെയാണ്, അതിന്റെ വിവരങ്ങൾ ഉൾപ്പെടെ നൽകിയിട്ടുണ്ടോ? അല്ലെങ്കിൽ എത്ര യൂണിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര ആളുകളുണ്ട്? എന്നെ അറിയിച്ചത് ഇങ്ങനെയാണ്: റെസ്ക്യൂ ഓപ്പറേഷൻ സൈന്യം നാളെ രാവിലെ ഏറ്റെടുക്കും, നാളെ രാവിലെ ആരംഭിക്കും എന്നാണ് എന്നോട് നേരിട്ട് ഫോണിൽ പറഞ്ഞത്. നമ്മളെ സംബന്ധിച്ച് പ്രതീക്ഷ നൽകുന്ന ഒരു വിവരമാണ് ശ്രീ MK രാഘവൻ. അതെ. അർജുന്റെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നമ്മുടെ ഉത്തരവാദിത്വം. അതിന്റെ ഭാഗമായിട്ടാണ് സൈന്യം വരാൻ ആവശ്യപ്പെട്ടത്. ഓക്കെ, കോഴിക്കോട് MP MK രാഘവനെ ഇപ്പോൾ കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ നേരിട്ട് വിളിച്ച് സൈന്യം എത്തുന്ന കാര്യം അറിയിച്ചിരിക്കുകയാണ്. കരസേനയുടെ ഒരു സംഘം ആണ് എത്തുക എന്ന് നേരത്തെ റിപ്പോർട്ടർ ബ്രേക്ക് ചെയ്തിരുന്നു. അത് സ്ഥിരീകരിക്കുകയാണ്. ബൽഗാം ഡിവിഷനിൽ നിന്നുള്ള കരസേന യൂണിറ്റും ഒപ്പം കാർവാറിൽ നിന്നുള്ള നാവികസേന വിഭാഗവും സംയുക്തമായി തിരച്ചിൽ നടത്തും എന്നാണ് ഇപ്പോൾ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടുള്ളത്. DK ശിവകുമാർ കർണാടക ഉപമുഖ്യമന്ത്രി കോഴിക്കോട് MP ആയിട്ടുള്ള MK രാഘവനെ നേരിട്ട് ഫോണിൽ വിളിച്ച് ഇക്കാര്യം അറിയിച്ചിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പുതിയൊരു അപ്ഡേറ്റ് വരുന്നത്, ബൽഗാമിൽ നിന്ന് കരസേന സംഘം ഉടൻ പുറപ്പെടും എന്നൊരു അപ്ഡേറ്റ് കൂടി വരികയാണ്. അല്പസമയത്തിനോടകം തന്നെ കരസേനയുടെ 1 യൂണിറ്റ് അവിടെ നിന്ന് പുറപ്പെടും. ബൽഗാമിൽ നിന്ന് വളരെ അടുത്താണ് അങ്കോലയുള്ളത്. അങ്കോലയിലേക്ക് ബൽഗാമിലാണ് ഈ തടി കയറ്റുന്നതിന് വേണ്ടി അർജുൻ ലോറിയുമായി പോയത്. അവിടെ നിന്ന് തടി കയറ്റി തിരിച്ചു വരുന്ന വഴിക്കാണ് ഈ അപകടം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ബൽഗാമിൽ നിന്നുള്ള കരസേന യൂണിറ്റ് തന്നെയാണ് എത്തുന്നത്. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. റോഷ്നി, ഈ രക്ഷാപ്രവർത്തനത്തിൽ തന്നെ ഏറ്റവും നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇതുവരെ മന്ദഗതിയിലായിരുന്നു രക്ഷാപ്രവർത്തനം എന്ന വിമർശനം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കരസേനയും സൈന്യം പൂർണ്ണമായി ഏറ്റെടുക്കുന്നതോടെ വലിയൊരു വഴിത്തിരിവ് രക്ഷാപ്രവർത്തനം ഉണ്ടാകുമെന്നാണ് കരുതേണ്ടത്. അതെ, കുടുംബം വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച ഒരു ഘട്ടമാണ്. വലിയ വിമർശനങ്ങളാണ് രക്ഷാപ്രവർത്തനം. ഓക്കെ റോഷിനി, ഞാൻ ഇടപെടുകയാണ്. ഇപ്പോൾ നമ്മുടെ കൺസൾട്ടിംഗ് എഡിറ്റർ ഡോക്ടർ അരുൺകുമാർ തത്സമയം ചേരുകയാണ്. ഡോക്ടർ അരുൺകുമാർ, ഒടുവിൽ സൈന്യം എത്തുന്ന കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം എത്തിയിരിക്കുകയാണ്. ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ MK രാഘവൻ MP ഫോണിൽ വിളിച്ച കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഞാൻ അല്പസമയം മുമ്പാണ് അങ്കോളയിലെ MLA സതീഷ് കൃഷ്ണ സെയിലിനെ വിളിച്ചത്. സതീഷ് കൃഷ്ണ സെയിൽ നമ്മളോട് ഈ കാര്യം പറഞ്ഞു. 8:45 തിരച്ചിൽ ഇന്ന് അവസാനിപ്പിക്കുന്ന ഘട്ടത്തിലാണ് ജില്ലാധികാരികളുമായി MLAയും ഒപ്പം തന്നെ ഇപ്പോൾ കാർവാറിൽ എത്തിയിരിക്കുന്ന റവന്യൂ മിനിസ്റ്റർ കൃഷ്ണബൈർ ഗൌഡയും ചേർന്ന് ഈ തീരുമാനമെടുത്തിരിക്കുന്നത്. ഈ തീരുമാനം അല്പസമയത്തിന് മുൻപ് ജില്ലാ കളക്ടർ ബൽഗാമിലുള്ള കരസേന മേധാവി അറിയിച്ചിട്ടുണ്ട്. കരസേന യൂണിറ്റിനെ അറിയിച്ചിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ ബൽഗാമിൽ നിന്നുള്ള കരസേനയുടെ ഒരു സംഘം ഈ തിരച്ചിലിനായി അവിടെ നിന്നും പുറപ്പെടും. നാളെ പുലർച്ചയോടുകൂടി ശിരൂരിലെ ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് എത്തുകയും ചെയ്യും. അതേസമയം തന്നെ കാർവാറിൽ നിന്ന് മറ്റൊരു യൂണിറ്റ് നാവികസേന വിഭാഗം കൂടി തെരച്ചിലിനായി എത്തുന്നുണ്ട്. ഈ 2 സേനാ വിഭാഗങ്ങളും കൂടി ചേർന്നായിരിക്കും SDRFനും NDRFനും ഒപ്പം തിരച്ചിൽ നടത്തുക. ഇതിനകം തന്നെ ബൽഗാമിലുള്ള അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കഴിഞ്ഞു. കരസേനയുടെ മുതിർന്ന ഉദ്യോഗസ്ഥർ, ബൽഗാമിലുള്ള ഉദ്യോഗസ്ഥർ പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ലോറിയെക്കുറിച്ചുള്ള സാങ്കേതിക വിവരങ്ങൾ അവർ നേരത്തെ തന്നെ ശേഖരിച്ചിരുന്നു. എപ്പോൾ അറിയിപ്പ് കിട്ടിയാലും പുറപ്പെടാൻ തയ്യാറായാണ് ബൽഗാമിലെ കരസേനാ വിഭാഗം തയ്യാറായിരുന്നത്. ഇന്ന് 8:45 ഇന്ന് രാത്രി 11 മണി വരെ തിരച്ചിൽ തുടരാമെന്നതായിരുന്നു ആദ്യത്തെ ആലോചന. നാളെ മുഖ്യമന്ത്രി സന്ദർശിക്കുന്നതിന് മുമ്പ് തന്നെ അർജുനെ കണ്ടെത്തേണ്ടതുണ്ട് എന്ന തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി നേരിട്ട് മുഖ്യമന്ത്രി ഈ രക്ഷാപ്രവർത്തനം നേതൃത്വം നൽകുകയായിരുന്നു. മുഖ്യമന്ത്രിക്ക് വേണ്ടി ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ എത്തുന്നത്
പ്രിൻസിപ്പൽ സെക്രട്ടറിക്കൊപ്പം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷയ്ക്കൊപ്പം തന്നെ റവന്യൂ മിനിസ്റ്ററും ഇപ്പോൾ കാർവാറിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഒപ്പം അങ്കോളയിലെ MLA സതീഷ് കൃഷ്ണ സെയിലാണ് ഇപ്പോൾ സംഭവ സ്ഥലത്ത് നിന്ന് ഈ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയം മുമ്പ് കളക്ടറും SP-യും സംഭവ സ്ഥലത്ത് നിന്ന് മടങ്ങുന്നു. 8:45 തെരച്ചിൽ അവസാനിപ്പിക്കുമ്പോൾ, കനത്ത മഴയെ തുടർന്ന് തെരച്ചിൽ അവസാനിപ്പിക്കുമ്പോൾ ഏകദേശം 9 അടിയോളം മണ്ണുണ്ട് അർജുന്റെ ഈ ട്രക്കിന് മുകളിൽ നിന്നാണ് കണക്കുകൂട്ടൽ. അത് നാളെ ആർമി എത്തിയതിനു ശേഷം അവരുടെ കയ്യിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ഒപ്പം NDRFന്റെയും SDRFന്റെയും തെരച്ചിൽ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടും 2-3 മണിക്കൂറിനുള്ളിൽ തന്നെ ആ മണ്ണ് മാറ്റാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണുള്ളത്. പക്ഷേ ഇപ്പോഴും ചെറിയ ആശങ്കയുണ്ടാക്കുന്നത് നാളെയും റെഡ് സ്പോട്ടാണ്. ആ സ്ഥലത്ത് ഇടവിട്ട് കനത്ത മഴ പെയ്യുന്നുണ്ട്. മാത്രവുമല്ല ചെങ്കുത്തായ മലനിരകളാണ്. ഏതു സമയം വേണമെങ്കിലും മണ്ണിടിഞ്ഞു വീഴാവുന്ന ഒരു സാഹചര്യവും അവിടെയുണ്ട് എന്നത് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. പക്ഷേ നാളെ കരസേന എത്തുന്നതോടുകൂടി ഉച്ചയോടുകൂടി തന്നെ ഈ 3 പേരുടെയും കാര്യത്തിൽ നമുക്കൊരു വ്യക്തമായ ധാരണയുണ്ടാകും. മുഴുവൻ രക്ഷാപ്രവർത്തനവും നാളെ ഉച്ചയോടുകൂടി അവസാനിപ്പിക്കാൻ കഴിയും എന്നാണ് ഇപ്പോൾ കരുതുന്നത്. നാളെ 2 മണിക്കാണ് സിദ്ധരാമയ്യ കർണാടക മുഖ്യമന്ത്രി സംഭവസ്ഥലം സന്ദർശിക്കുന്നത്. അതിലേറെ പ്രധാനപ്പെട്ട കാര്യം 5 ദിവസമായി കുടുംബവും നമ്മളും എല്ലാം ആവശ്യപ്പെടുന്നത് ആർമിയുടെ സേനാ വിഭാഗം കരയിൽ തെരച്ചിൽ നടത്തണമെന്നുള്ളതാണ്. പക്ഷേ നേവിയുടെ സ്കൂബ ടീമിനെ മാത്രമാണ് 4-ാം തീയതി മുതൽ വിന്യസിച്ചു തുടങ്ങിയത്. അതായത് അർജുൻ മേൽ മണ്ണു വീണ് 4-ാം ദിവസമാണ് നേവിയുടെ സ്കൂബ ടീം പോലും ഗംഗാവാലി നദിയിലിറങ്ങി തെരച്ചിൽ നടത്തുന്നത്. കരസേനയുടെ തെരച്ചിൽ കരയിൽ നടത്തണം എന്ന് നമ്മൾ അടക്കം ആവശ്യപ്പെട്ടിട്ടും ആദ്യഘട്ടത്തിൽ ജില്ലാ ഭരണകൂടം അതിന് തയ്യാറായിരുന്നില്ല. ഒടുവിൽ രാഷ്ട്രീയ സമ്മർദ്ദം നേടി. ഇപ്പോൾ തന്നെ വലിയ തരത്തിലുള്ള സമ്മർദ്ദം അവരുടെ മുകളിലുണ്ട്. മുഖ്യമന്ത്രി നേരിട്ടാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. ഓരോ അരമണിക്കൂറും ജില്ലാ നേതൃത്വത്തിൽ നിന്ന് വിവരങ്ങൾ ആരാഞ്ഞുകൊണ്ടാണ് സിദ്ധരാമയ്യ കാര്യങ്ങൾക്ക് ഇപ്പോൾ നേതൃത്വം നൽകുന്നത്. റവന്യൂ വകുപ്പ് മന്ത്രി കൃഷ്ണബൈര ഗൌഡയും ഇപ്പോൾ കർവാറിൽ ക്യാമ്പ് ചെയ്ത് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുകയാണ്. ഇവരുടെ സംയുക്ത യോഗമാണ് 8:45 ആർമിയെ ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ബെൽഗാമിൽ നിന്നുള്ള കരസേനയുടെ ഒരു യൂണിറ്റിലെ കുറച്ച് ഉദ്യോഗസ്ഥരും ഒപ്പം കർവാറിൽ നിന്നുള്ള നാവികസേന ഉദ്യോഗസ്ഥരുമായിരിക്കും സംഭവ സ്ഥലത്തേക്ക് നാളെ പുലർച്ചെ എത്തുക. നാളെ 2-3 മണിക്കൂറിനുള്ളിൽ നമ്മൾ കാത്തിരിക്കുന്ന ശുഭകരമായ വാർത്ത ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഞാൻ അല്പസമയം മുമ്പ് കുടുംബത്തെ വിളിച്ച് സംസാരിച്ചിരുന്നു. അർജുന്റെ സഹോദരി അഞ്ജുവും കുടുംബവും ഇന്ന് സമാധാനത്തോടുകൂടി താൽക്കാലികമായ ആപേക്ഷികമായ ഒരു സമാധാനത്തോടുകൂടി ഉറങ്ങാൻ പോകും. കാരണം ആർമി എത്തുക എന്നുള്ളത് അവരുടെ ഒരു വലിയ ആവശ്യമായിരുന്നു. ഇത് 2 ദിവസം മുൻപ് സംഭവിച്ചിരുന്നുവെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട ആരോഗ്യസ്ഥിതിയിൽ അർജുനെ നമുക്ക് വീണ്ടെടുക്കാൻ കഴിയുമായിരുന്നു എന്ന പ്രതീക്ഷ തന്നെയാണ് കുടുംബവും പങ്കുവച്ചിരിക്കുന്നത്. നേരത്തെ MP സൂചിപ്പിച്ചതുപോലെ DK ശിവകുമാറും ആർമി എത്തുന്നു എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് 2 മണിക്കൂറിനുള്ളിൽ ബെൽഗാമിൽ നിന്നുള്ള കരസേനയിലെ ഉദ്യോഗസ്ഥ സംഘം പുറപ്പെടും. നാളെ പുലർച്ചയോടുകൂടി ശിരൂരിലെത്തി അവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകും. നാളെ എത്ര വൈകിയാണെങ്കിലും രക്ഷാപ്രവർത്തനം നിർത്തി മാത്രമേ കരസേന പിന്മാറുകയുള്ളൂ എന്നാണ് അറിയിച്ചിരിക്കുന്നത്. NDRFന്റെയും SDRFന്റെയും പരിമിതികളില്ല. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം വിനി. ശരി, ഡോക്ടർ അരുൺകുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങളാണ് റിപ്പോർട്ടർ പങ്കുവയ്ക്കുന്നത്. ബൽഗാമിൽ നിന്നും കരസേന നാളെ സംഘം എത്തും. അവർ തിരച്ചിൽ ആരംഭിക്കും. DK ശിവകുമാർ നേരിട്ട് MP രാഘവനെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. സൈന്യമെത്തും, രക്ഷാപ്രവർത്തനം സൈന്യം ഏറ്റെടുക്കുമെന്ന ഏറ്റവും പുതിയ വിവരങ്ങളാണ് മണ്ണിടിച്ചിൽ നടന്ന സ്ഥലത്തു നിന്ന് തത്സമയം റിപ്പോർട്ടർ പങ്കുവയ്ക്കുന്നത്. ബിനിൽ. ഡോക്ടർ അരുൺകുമാർ, വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങെന്തോ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് ഈ രക്ഷാപ്രവർത്തനം നമ്മൾ SDRFിലെ ഉദ്യോഗസ്ഥരുമായി അല്പസമയം മുമ്പ് ബന്ധപ്പെട്ടിരുന്നു. നമ്മളിപ്പോൾ ശിരൂരിലേക്കുള്ള യാത്രയിലാണ്. അവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ രാത്രിയിൽ തിരച്ചിൽ നടത്തുന്നതിന് സാങ്കേതികമായി കരസേനയിലുള്ളതുപോലെയുള്ള സാങ്കേതിക സംവിധാനങ്ങൾ SDRFന്റെയോ NDRFന്റെയോ സംഘത്തിന് ഇപ്പോൾ നിലവിൽ ലഭ്യമല്ല എന്നുള്ളതാണ്. എന്നാൽ കരസേനയ്ക്ക് കുറച്ചുകൂടി ഒരു തെരച്ചിൽ നടത്താൻ കഴിയുമെന്ന് NDRFിലെ അംഗങ്ങളും SDRFിലെ അംഗങ്ങളും അംഗീകരിച്ചതോടു കൂടിയാണ് ജില്ലാ നേതൃത്വം അതിന് തയ്യാറായത്. മാത്രവുമല്ല പ്രാദേശികമായി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്ന അങ്കോള MLA അതിനകത്തൊരു നിർണായകമായി തീരുമാനമെടുത്തു. അദ്ദേഹമാണ് റവന്യൂ മിനിസ്റ്റർ കൃഷ്ണബൈരഗൌഡയെ വിവരം അറിയിക്കുന്നതും. അതിനെ തുടർന്ന് ജില്ലാ നേതൃത്വം, ജില്ലാ ഭരണകൂടം കരസേനയ്ക്ക് കത്തെഴുതിയുമായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് അതായത് ഉത്തര കന്നഡയുടെ മേഖലയിലുള്ള ഈ നാഷണൽ പോകുന്ന വഴികളിൽ ഇത്തരം മണ്ണിടിച്ചിലിന് ഒരുപാട് സാധ്യതയുണ്ട്. പക്ഷെ രണ്ടും 2 ടെറൈനാണ് എന്നാണ് അവിടെയുള്ളവർ പറയുന്നത്. ഏത് സ്ഥലത്ത് വേണമെങ്കിലും ഉത്തര കന്നഡയിൽ ഏകദേശം 100-140 കിലോമീറ്റർ ദൈർഘ്യത്തിൽ മണ്ണിടിയാനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നു. ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ അന്വേഷിച്ചപ്പോൾ കണ്ടെത്തിയത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഈ ഭാഗത്ത് റോഡ് പണിയാൻ വേണ്ടി കരാർ കൊടുത്ത ജീവനക്കാരൻ ഈ പണി പൂർത്തിയാക്കാതെ മുങ്ങിയിരിക്കുന്നു എന്നൊരു വാർത്ത കൂടി നമുക്ക് ലഭ്യമാകുന്നത്. സ്ഥിരീകരിക്കാനായിട്ടില്ലെങ്കിൽ പോലും ആ ഭാഗത്ത് ഒരു റീറ്റെയിനിങ് വാളോ സംരക്ഷണ ഭിത്തി കെട്ടുക അപ്രായോഗികമാണെന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ അപകടകരമായ അവസ്ഥയിലാണ് ഇപ്പോഴും ഈ കൊച്ചി പനവേൽ ദേശീയപാതയിലെ
ഉത്തര കന്നഡയിലൂടെ കടന്നു പോകുന്ന ഭാഗം. നമ്മൾ നാളെ അതിന് കൂടുതൽ വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് നൽകാം. ഗുരുതരമായ വീഴ്ച ഉത്തര കന്നഡയിലെ ജില്ലാ ഭരണകൂടത്തിന് സംഭവിച്ചിട്ടുണ്ട്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും സംഭവിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ ഒരാളും അവിടെ ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. 3 ദിവസം രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ നാഥനില്ലാതെ കിടന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നാളെ നമുക്ക് അതിന്റെ കൂടുതൽ വിശദ വിവരങ്ങൾ ശിരൂരിൽ നിന്ന് ലഭ്യമാക്കാം. ബിലാൽ. ഓക്കെ, വളരെ നന്ദി. ഡോക്ടർ അരുൺ കുമാർ, ഞങ്ങളുടെ കൺസൾട്ടിംഗ് എഡിറ്റർ, ശിരൂരിലേക്കുള്ള യാത്രാ മധ്യയാണ്. നാളെ രാവിലെ മുതൽ തത്സമയ വിവരങ്ങളുമായി ഡോക്ടർ അരുൺ കുമാർ ശിരൂരിൽ നിന്ന് റിപ്പോർട്ടിന്റെ വാർത്താ സംഘത്തിനൊപ്പം ജോയിൻ ചെയ്യും. തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഡോക്ടർ അരുൺ കുമാറും സംഘവും. ശിരൂരിലേക്കുള്ള യാത്രാ മധ്യയിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അർജുന് വേണ്ടിയുള്ള തിരച്ചിലിനായി കരസേനയും ഒപ്പം തന്നെ നാവികസേനയുടെ ഒരു ടീം കൂടി എത്തുകയാണ്. ബൽഗാമിൽ നിന്നുള്ള കരസേന യൂണിറ്റ് അവിടേക്ക് അല്പസമയത്തിനോടകം തന്നെ പുറപ്പെടും എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. ലോക്കൽ MLA ആയിട്ടുള്ള സതീഷ് സെയിൽ ഇക്കാര്യം ഡോക്ടർ അരുൺകുമാറിനോട് പങ്കുവെക്കുകയും റിപ്പോർട്ടർ ആ വാർത്ത ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തു. പിന്നീട് കോഴിക്കോട് MP ആയിട്ടുള്ള MK രാഘവനെ DK ശിവകുമാർ, കർണാടകയുടെ ഉപമുഖ്യമന്ത്രി, ഇക്കാര്യം നേരിട്ട് വിളിച്ച് സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്തായാലും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഒരു നാട്.